ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഫാത്തിമ. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഡൂയിങ് ഗുഡ്. നമ്മളൊരു ലോങ് ബ്രേക്കിന് ശേഷമാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപാട് നല്ല ബ്രേക്ക് എടുത്തിട്ടുണ്ട്. എനിക്കും ഓൾമോസ്റ്റ് ഒരു 5 to 6 months ആയി ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് വന്നിട്ട് അപ്ലോഡ് ചെയ്യും. എന്നൊന്നും മറന്നു പോകേണ്ടത് വിചാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷോർട്സ് വന്ന് അപ്ലോഡ് ചെയ്യും. അല്ലാതെ ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു 6 months ആയിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ നല്ല അത്യാവശ്യം ആക്റ്റീവ് ആയിരുന്നു ഉണ്ടായത്. പക്ഷേ യൂട്യൂബിലേക്കുള്ള ലോങ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നോമ്പൊക്കെ കഴിഞ്ഞൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇപ്പോഴാണ് എനിക്കൊന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായത്. സോ ഇനി മുതൽ നമുക്ക് എന്തായിട്ടും ലോങ് വീഡിയോസ് ഉണ്ടാവും. റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ എല്ലാവരും മുൻപത്തെ പോലെ തന്നെ സപ്പോർട്ട് തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീഷോ ഹോൾ തന്നെയാണ്. മീഷോ ഒന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് പാർട്ടി വേസും അതുപോലെ തന്നെ അബായാസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുൻപ് നിങ്ങൾ വീഡിയോയിൽ എന്തായാലും ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഇതിനകത്ത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അത് ചെക്കൗട്ട് ചെയ്തേക്കുക. ഓൾസോ ഞാൻ കമൻസിലും പിൻ ചെയ്ത് കൊടുക്കാം ലിങ്ക്സൊക്കെ. നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ ഇനിയും അടിപൊളി വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു 3-piece സെറ്റാണ്. അത്യാവശ്യം ഇൻസ്റ്റഗ്രാമിലായാലും അതുപോലെ തന്നെ മീഷോയിലായാലും നല്ല ട്രെൻഡിങ് ആൻഡ് വൈറലായിട്ടുണ്ടായ ഒരു 3-piece സെറ്റ് ആയിരുന്നു. ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനിപ്പോഴാണ് ട്രൈ ചെയ്യുന്നത്. സോ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായത്. ഒരു ബ്യൂട്ടിഫുൾ മസ്റ്റർഡ് യെല്ലോ അല്ലെങ്കിൽ ഒരു ഗോൾഡ് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡിലാണ് വരുന്നത്. എനിക്കൊന്ന് ആ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടെ ഒരു ഡാർക്കർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത്. ചിനോണാണ് മെറ്റീരിയൽ വരുന്നത്. പക്ഷെ നമ്മുടെ പ്രീമിയം ചിനോണൊന്നുമല്ല, ഒരു നോർമൽ ചിനോൺ മെറ്റീരിയലാണ് വരുന്നത്. എന്തായാലും കൊടുക്കുന്ന റേറ്റിന് നല്ല വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. നല്ല അത്യാവശ്യം നമുക്ക് ഹൽദി അങ്ങനെയുള്ള ചെറിയ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അടിപൊളിയാണ്. സോ ഇതിങ്ങനെയാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ നെക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കയറിയിട്ടുള്ള അത്യാവശ്യം ഹൈ ആയിട്ട് വരുന്ന നെക്കാണ്. ആൻഡ് അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ആണ് നമുക്ക് ഈ ഒരു യോക്ക് പോർഷനിൽ കാണാൻ പറ്റുക. അതുപോലെ തന്നെ സ്ലീവ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫുൾ സ്ലീവ്സ് തന്നെ ആയിട്ട് വരുന്ന സ്ലീവ്സ് ആണ്. സ്ലീവ്സിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ ബൂട്ട ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. എൻഡിൽ നമുക്ക് ഇതുപോലെ ഒരു ബോർഡർ ലൈൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പാനൽസ് ആയിട്ടാണ് വരിക. ഇങ്ങനെ ഓരോ പാനൽസ് ആയിട്ടാണ് വരിക. അത്യാവശ്യം നല്ല ഫ്ലെയറിൽ വരുന്ന ടൈപ്പ് ഓഫ് ഒരു ടോപ്പ് തന്നെയാണ് വരുന്നത്. ഓൾസോ നല്ല ലെങ്ത്തും വരുന്നുണ്ട്. ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം, അത് കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ലൈനിങ്ങും അവൈലബിൾ ആണ്. ടോപ്പ് ടു ബോട്ടം നമുക്ക് ലൈനിങ് അവൈലബിൾ ആയിട്ടുണ്ട്. സ്ലീവ്സിന് ലൈനിങ് അവൈലബിൾ അല്ല, പക്ഷെ നമുക്കതങ്ങനെ കാണുന്ന ടൈപ്പ് ഓഫ് സ്ലീവ്സ് ഒന്നും അല്ല വരുന്നത്. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഒരു ബട്ടൺ ഡീറ്റെയിലും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ടോപ്പ് പറയുന്നത്. അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന റേറ്റിന് എന്തായാലും നല്ല വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. സോ ഇതിൻ്റെ ബോട്ടം നോക്കുകയാണെങ്കിൽ ചിനോണിൽ തന്നെ വന്നിട്ടുള്ള ബോട്ടമാണ്. പക്ഷേ ബോട്ടമിന് നമുക്ക് ലൈനിങ് ഒന്നും അവൈലബിൾ അല്ല. ജസ്റ്റ് പ്ലെയിൻ ചിനോൺ മാത്രം വരുന്ന ടൈപ്പ് ഓഫ് ഒരു ബോട്ടമാണ്. പക്ഷെ നമുക്ക് എന്താ ടോപ്പിന് ലൈനിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ട് വരുന്ന ടോപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാൻസിന് ലൈനിങ്ങിൻ്റെ ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് കുറച്ചും കൂടി ലൈനിങ് വന്നാൽ കുറച്ചും കൂടി ഇങ്ങനെ ഹെവി ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നുള്ളൂ. പക്ഷേ ഇതിന് ലൈനിങ് ഇല്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. സോ ഇങ്ങനെയാണ് നമ്മുടെ ബോട്ടം വരുന്നത്. സെമി എലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ആണ്. അത്യാവശ്യം നല്ല വിഡ്ത്തിൽ വന്നിട്ടുള്ള ബോട്ടമാണ് വരുന്നത്. സെമി പലാസോ ബോട്ടമാണ് വരുന്നത്. സോ ഇതിൻ്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ നമുക്ക് സെയിം മെറ്റീരിയലിൽ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ഓൾസോ നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള വിഡ്ത്താണ് വന്നിട്ടുള്ളത്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായത്. നമുക്ക് നല്ല മാനേജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു വിഡ്ത്ത്, ഒരു സ്റ്റോൾ വിഡ്ത്താണ് വരുന്നത്. നമ്മളെ ഹിജാബ്സ് ഒക്കെ ഉണ്ടാവില്ല, ആ ഒരു ഹിജാബിൻ്റെ ഒക്കെ വിഡ്ത്തിലാണ് വരുന്നത്. അയ്യോ, കുറേ നാളായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ബ്രീത്തിങ് പ്രോബ്ലം വരുന്നുണ്ട്. ഓക്കെ, 2 സൈഡ്സിലായിട്ട് നമുക്കിതുപോലെ സ്കാലപ്ഡ് ആയിട്ടുള്ള ബോർഡേഴ്സ് ആണ് വരിക. ആ ബോർഡേഴ്സിന് നമുക്ക് ഇതുപോലത്തെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. ആൻഡ് ത്രൂ ഔട്ട് ദുപ്പട്ടയിൽ നമുക്ക് ഇതുപോലെ ബൂട്ട വർക്ക് കാണാൻ പറ്റും. 4 സൈഡ്സിലായിട്ട് ഇതുപോലെ ടാസൽസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ടാസൽസും കൊടുത്തിട്ടുണ്ട്. ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഞാൻ പർച്ചേസ് ചെയ്ത സെല്ലറിൻ്റെ അടുത്ത് തന്നെ വേറെ ഇതിൻ്റെ 2 ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഓഫ് വൈറ്റും അതുപോലെ തന്നെ ഒരു പേർപ്പിൾ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3ഉം നല്ല അടിപൊളി ഷെയ്ഡ്സ് ആണ്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോസ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. 3ഉം അടിപൊളി ഷെയ്ഡ്സിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1142 ആണ്. ആ ഒരു റേറ്റിന് നല്ല വർത്ത് ആണ്. അത്യാവശ്യം നമുക്ക് ഹെവി ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു പാർട്ടി വെയർ തന്നെയാണ്. ഫോട്ടോയിൽ കാണാൻ നമുക്ക് അത്രയും ഹെവി ആയിട്ട് തോന്നില്ലെങ്കിലും നമുക്ക് ഈ ഒരു ഷെയ്ഡ് അത്യാവശ്യം ഗ്രാൻഡ് ആയിട്ട് തോന്നുന്ന ഷെയ്ഡാണ്. ഒരു ഗോൾഡ് മസ്റ്റർഡ് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡിന് നമുക്ക് അത്യാവശ്യം ഗ്രാൻഡ് ലുക്ക് തരുന്ന ടൈപ്പ് ഓഫ് ഒരു ഷെയ്ഡാണ്. അതിൻ്റെ കൂടെ നമ്മൾ ആക്സസറൈസും ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ 1142 എന്തായാലും വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിലും ആ റേറ്റിന് നല്ല വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. സോ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു XXL വരെയാണ്. വൈറ്റ്, ഓഫ് വൈറ്റ് ആൻഡ് പേർപ്പിൾ ആണ് വേറെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ സൈസ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് XL ആണ്. നിങ്ങളും ഒരു സൈസ് കൂടുതൽ എടുക്കാൻ വേണ്ടി നോക്കാം. നോർമലി ഞാൻ മീഷോന്ന് പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോൾ 2 സൈസൊക്കെ കൂടുതൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്.
പക്ഷേ ഇത് ഞാൻ ഒരു സൈസാണ് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായത്, അതെനിക്ക് കറക്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളും ഒരു സൈസ് എക്സ്ട്രാ എടുത്താൽ മാത്രം മതി. സോ എക്സലാണ് ഞാൻ സൈസ് ചൂസ് ചെയ്തിട്ടുള്ളത്. 1142 റുപ്പീസിന് നല്ല വേർത്താണ്. മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിലും നല്ലതാണ്. സോ എന്തായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. സോ പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എഗെയിൻ നമുക്ക് ഇൻസ്റ്റഗ്രാം വൈറലായിട്ടുള്ള ഒരു 3-piece സെറ്റാണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജസിലൊക്കെ നല്ല വൈറലായിട്ടുള്ള ഒരു 3-piece സെറ്റാണ്. സോ ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. അതിൻ്റെ കോപ്പിയാണ് കേട്ടോ, സെയിം ആ ഒരു പ്രൊഡക്റ്റ് അല്ല, അതിൻ്റെ കോപ്പിയാണ് ഒബ്വിയസ്ലി. അപ്പോൾ ഇതിങ്ങനെ മിറേഴ്സ് ആയിട്ട് മിറർ വർക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് വരുന്ന ഒരു 3-piece സെറ്റാണ്. ഒരു ലാവൻഡർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡിലാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. യോക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ നല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള നല്ല ഹെവി മിറർ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് നമുക്ക് നല്ല ഹെവി മിറർ വർക്ക് വരുന്നുണ്ട്. സോ ഇതിൻ്റെ സ്ലീവ്സ് നോക്കുകയാണെങ്കിൽ 3/4 സ്ലീവ്സ് ആണ്. സ്ലീവ്സിൻ്റെ എൻഡിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ബൂട്ട ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ത്രെഡ് വർക്ക് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മിറേഴ്സ് ആയാലും അതുപോലെ തന്നെ വർക്ക് ആയാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളത് തന്നെയാണ്. എൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഫോൾസ് മിറേഴ്സ് വർക്ക് വെച്ചിട്ട് ഡീറ്റെയിലിംഗ് ഒരു ബോർഡർ ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് അനാർക്കലി പാറ്റേൺ പോലെയാണ് വരുന്നത്. വലിയ ഫ്ലെയർ ഒന്നുമില്ല, ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലെയർ ആണ്, നല്ല വലിയ ഫ്ലെയർ എന്നൊന്നും പറയാനില്ല. അപ്പോൾ ഇതുപോലെയാണ്, ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു മിറേഴ്സ് എൻ്റെ ചെയ്യുന്നിടത്ത് കുഞ്ഞു കുഞ്ഞു ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം ഒരു ഡീസൻറ്റ് ഫ്ലെയറിൽ വരുന്ന ഒരു ടോപ്പാണ്. ആൻഡ് ഓൾസോ ലെങ്ത് നോക്കുകയാണെങ്കിലും കാഫ് ലെങ്ത് വർക്കും ലെങ്ത് വരുന്നുണ്ട്. ടോപ്പ് ടു ബോട്ടം നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ്. സോ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് ആണ്. ഇതിൻ്റെ മീഷോൻ്റെ ആ ഡിസ്ക്രിപ്ഷനിൽ കോട്ടൺ ലിനൻ കോട്ടൺ അങ്ങനെ എന്തോ ആണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ലിനനിലുള്ള ഇതൊരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ്. ആൻഡ് ഇതിൻ്റെ ലൈനിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ക്രേപ്പ് ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓൾ ടുഗെദർ നോക്കുകയാണെങ്കിൽ നല്ല ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള മിറർ വർക്കൊക്കെ, റിയൽ ആയിട്ടുള്ള മിറർ വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. സോ ഇതിൻ്റെ ബോട്ടം നോക്കുകയാണെങ്കിൽ നമുക്ക് സെയിം ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള ബോട്ടം ആണ്. ഫുള്ളി എലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ആണ് വരുന്നത്. സെയിം മെറ്റീരിയലിൽ തന്നെ വന്നിട്ടുള്ള ബോട്ടം ആണ്. സോ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത്. ബോട്ടമിൻ്റെ എൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു നമ്മുടെ ആ ഒരു സ്ലീവ്സിൻ്റെ എൻഡിലുള്ള പോലെ തന്നെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഓൾസോ എൻഡിൽ നമുക്ക് ഇതുപോലെ ഒരു ബോർഡർ ലൈനും അതിന് നമുക്ക് ടാസൽസും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ബോട്ടം തന്നെയാണ്. അതുപോലെ തന്നെ നല്ല വിഡ്ത്തിൽ വന്നിട്ടുള്ള ബോട്ടം തന്നെയാണ് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ബോട്ടം. ഇതിൻ്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സെയിം മെറ്റീരിയലിൽ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ദുപ്പട്ടയിൽ ഓൾ ഓവർ നമുക്ക് ഇതുപോലെ ഫോൾസ് അല്ല, റിയൽ മിറേഴ്സ് തന്നെ വെച്ചിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട്. മിറേഴ്സ് ആൻഡ് ത്രെഡ് വർക്ക് വെച്ചിട്ട് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഇതുപോലെ മൾട്ടി കളേഴ്സ് ആയിട്ടാണ് വരുന്നത്. റിയൽ മിറേഴ്സ് തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഒരു വിഡ്ത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട്. ആൻഡ് എൻഡിൽ നമുക്ക് ഇതുപോലെ 4 സൈഡ്സിലായിട്ട് ടാസൽ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല ഡീസൻ്റ് ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു 3-piece സെറ്റാണ്. സോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഐ തിങ്ക് 1100 ആണ് തോന്നുന്നു റേറ്റ് വരുന്നത്. യെസ്, 1100 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. മീഡിയം ടു XXL വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് XL ആണ് ഞാൻ സൈസ് ചൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കറൻറ്റ്ലി ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. പക്ഷേ ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഒരു വേറൊരു സെല്ലറിൻ്റെ അടുത്ത് ഐ തിങ്ക് ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതും ഇതിൻ്റെ വേറൊരു കളർ കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സോ 1100 എന്തായാലും നല്ല വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്. ഓൾസോ നല്ല റിയൽ മിറേഴ്സ് ആണ് നമുക്ക് ബോഡിയിലും അതുപോലെ തന്നെ ദുപ്പട്ടയിലും വരുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ല പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ലിങ്ക് താഴെ ഉണ്ടാവും. സോ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റിൽ വന്നിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ്. സ്ലിറ്റഡ് ആണ് വരുന്നത്. നമുക്ക് അനാക്കലി അല്ല, നേരത്തെ 2 കാണിച്ച പോലെ അനാക്കലി പാറ്റേണിലല്ല വരുന്നത്. ഇത് അത്യാവശ്യം നല്ല വൈറലായിട്ടുള്ള ഡിസൈൻ തന്നെയാണ്, പാറ്റേൺ തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ചന്തേരി സിൽക്കാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ആൻഡ് ഇതിൻ്റെ യോക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ ലൈൻ കൊടുത്തിട്ടുണ്ട്. സീക്വൻസ് ഒക്കെ വെച്ചിട്ടും സെറി വർക്ക് ഒക്കെ വെച്ചിട്ടും നല്ല ഹെവി വർക്ക് തന്നെയാണ് ഇതിൻ്റെ യോക്ക് പോർഷനിൽ നെക്ക് ലൈനിൽ കാണാൻ പറ്റുക. ത്രൂ ഔട്ട് ബോഡിയിൽ നമുക്ക് ഇതുപോലെ തന്നെ ബൂട്ട വർക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്ലീവ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 3/4 സ്ലീവ്സിലും ഹെവി ആയിട്ടുള്ള അതുപോലെ തന്നെ സെയിം വർക്ക് തന്നെയാണ് വരുന്നത്. സ്ലീവ്സിൻ്റെ എൻഡിൽ നമുക്ക് ആ ഒരു സെയിം വർക്ക് കാണാൻ പറ്റും. ത്രൂ ഔട്ട് സ്ലീവ്സിൽ ബൂട്ട വർക്ക് ഉണ്ട്. ഓൾസോ പാച്ച് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. എന്തായാലും വൈറ്റിൽ ഇതുപോലെ ഇങ്ങനെ ഹെവി വർക്ക്സ് ഒക്കെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. സോ അത്യാവശ്യം നല്ല ലെങ്ത്തിലും കൂടെ വന്നിട്ടുള്ള ടോപ്പാണ്. ടോപ്പിൽ ത്രൂ ഔട്ട് നമുക്ക് ഇതുപോലെ ബൂട്ട വർക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ടോപ്പിൻ്റെ ഒരു ലുക്ക് വരുന്നത്, ഇങ്ങനെയാണ്. അപ്പോൾ ഇതിട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം. ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതിൻ്റെ ബോട്ടം നോക്കുകയാണെങ്കിൽ പ്ലെയിൻ വൈറ്റ് ബോട്ടംസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സെമി പലാസോ ബോട്ടം ആണ്. സെമി എലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ആണ് വരുന്നത്. ഓഫ് വൈറ്റിൽ തന്നെയാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ബനാറസി പാറ്റേണിൽ വരുന്ന ടൈപ്പ് ഓഫ് ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയിൽ ഓൾ ഓവർ നമുക്ക് ഇതുപോലെ ബനാറസി പ്രിൻസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിതുപോലെ ഇങ്ങനെ ലൈൻസ് ആയിട്ടുണ്ടല്ലോ, നമുക്കിതുപോലെ സീക്വൻസ് ഡീറ്റെയിലിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, മനസ്സിലാവുന്നു വിചാരിക്കുന്നു. സോ ഇതുപോലെ വർക്ക് വരുന്നുണ്ട്. ആൻഡ് എൻഡിൽ നമുക്ക് നല്ലൊരു ഹെവി തിക്ക് ബോർഡർ ലൈൻ ബോർഡർ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ലെങ്ത് ആൻഡ് വിഡ്ത്തിൽ വന്നിട്ടുള്ള
ദുപ്പട്ടയാണ്. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓവറോൾ ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇസ് ജസ്റ്റ് 1138. ആ റേറ്റ് നല്ല വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും തന്നെ 1200 ബിലോ ആണ് റേറ്റ് എല്ലാത്തിൻ്റെയും വരുന്നത്. 1138 ഒരു പാർട്ടി വെയർ നല്ല വർത്ത് ആണ്. ആൻഡ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു XXL ആണ്. XXL ആണ് സൈസ് വെയർ ചെയ്യുന്നത്. അത് സ്ലിറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ XXL ചൂസ് ചെയ്തത്. സോ XXL നിങ്ങളും 1-2 സൈസ് കൂടുതൽ എടുക്കാൻ വേണ്ടി നോക്കുക. സോ XXL ആണ് സൈസ് വെയർ ചെയ്യുന്നത്. സ്മോൾ ടു XXL വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1138 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പെട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കൂടെ കാണാൻ പറ്റും. സോ പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. നെക്സ്റ്റ് പ്രൊഡക്റ്റ്. സോ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3-piece സെറ്റ് ആണ്. ഞാൻ കുറേ ആയിട്ട് ഇത് മീഷോയിൽ കാണുന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായ ഒരു പ്രൊഡക്റ്റ് ആണ്. അത്യാവശ്യം ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് ഇതിൻ്റെ യോക്ക് പോർഷനിൽ കാണാൻ പറ്റുക. കഡ്ഡാനവും സീക്വൻസും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഗോട്ട വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം. അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യുണീക്ക് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ലൊരു ഷെയ്ഡിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ യോക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുക. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ആണ്. നമുക്ക് ഇത്രയും യോക്ക് പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും കാണാൻ പറ്റും. ആൻഡ് ത്രൂ ഔട്ട് ബോഡി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പെയിൻറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഈ ഡോട്ട്സ് വരുന്നത്. പെയിൻറ്റ് വെച്ചിട്ടാണ്. അത്യാവശ്യം ഒരു ഷിമ്മറി ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയലാണ് വരുന്നത്. ലൈനിങ് ടോപ്പ് ടു ബോട്ടം അവൈലബിൾ ആയിട്ടുണ്ട്. നെക്ക് ലൈൻ ഇതുപോലെയാണ് വരുന്നത്. സ്ലീവ്സ് വന്നിട്ട് 3/4 സ്ലീവ്സ് ആണ്. സ്ലീവ്സിന് ലൈനിങ് അവൈലബിൾ അല്ല. ഓൾസോ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. സ്ലിറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന ടോപ്പാണ്. ലൈനിങ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫോട്ടോയിൽ കണ്ട പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും ബോട്ടം നോക്കുകയാണെങ്കിൽ സെയിം ആ ഒരു ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള ബോട്ടമാണ്. ഫുള്ളി ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ആണ്. നല്ല വിഡ്ത്തിൽ വന്നിട്ടുള്ള ബോട്ടമാണ്. സെമി പലാസോ ബോട്ടമാണ് കേട്ടോ വരുന്നത്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട എനിക്ക് കുറച്ച് ഷോർട്ടായിട്ട് തോന്നി. ലൈക്ക് ലെങ്ത് വൈസ് കുറച്ച് ഷോർട്ടായിട്ട് തോന്നി. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. വീഡിയോയിൽ എനിക്ക് ഒന്ന് ഷോർട്ട് ആയത് നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ സൈഡിൽ സ്കാർഫ് ചെയ്തിട്ട് സൈഡിൽ ഇങ്ങനെ ഇടുകയാണ് ചെയ്തത് ദുപ്പട്ട. പക്ഷെ അങ്ങനെ ഇടുന്നതാണെങ്കിൽ ഓക്കെ ആണ് കേട്ടോ. അങ്ങനെ ഇടുന്നതാണ് നമ്മളിങ്ങനെ തലയിൽ ഇടുന്നതാണെങ്കിൽ നമുക്കതങ്ങനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾസോ ഓർഗൻസ മെറ്റീരിയലാണ് വരുന്നത്. അതുപോലെ തന്നെ രണ്ട് സൈഡ്സിലായിട്ട് നമുക്ക് ഇതുപോലെ സ്കാലപ്ഡ് ആയിട്ടുള്ള ബോർഡേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ത്രൂ ഔട്ട് ദുപ്പട്ട നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ബൂട്ട വർക്ക് കാണാൻ പറ്റും. ഓർഗൻസ മെറ്റീരിയലാണ്. സെയിം ഷെയ്ഡിൽ തന്നെയാണ്. ദുപ്പട്ടയുടെ ലെങ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും മാനേജബിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുടെ ലെങ്ത് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓൾസോ ഇത് ഓർഗൻസ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റിഫാണ്. നമുക്കിതിങ്ങനെ മാനേജ് ചെയ്യാൻ കുറച്ച് പാടുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്കാർഫ് ചെയ്തിട്ട് സൈഡിലേക്ക് ഇട്ടത്. അങ്ങനെ ഇടുന്നതാണെങ്കിൽ നമുക്ക് നല്ലപോലെ സ്റ്റൈൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സോ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഓൾമോസ്റ്റ് ടോട്ടൽ പ്രൊഡക്റ്റ് ടോട്ടലി നോക്കുകയാണെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1056 ആണ്. 1056 രൂപയാണ്. സ്മോൾ ടു XXL വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. XXL ആണ് സൈസ് വെയർ ചെയ്യുന്നത്. സ്ലിറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സൈസ് ചൂസ് ചെയ്യുന്നത്. സോ XXL ആണ് സൈസ് വെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് ഓൾമോസ്റ്റ് കറക്റ്റ് ലെങ്ത് ആയിട്ട് സൈസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളും 1-2 സൈസ് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഇതാണ് പ്രൊഡക്റ്റ്. ലൈക്ക് ഇൻ ടോട്ടൽ നമുക്ക് ഇട്ടിട്ട് ഇങ്ങനെ കമ്മലൊക്കെ ഇട്ടിട്ട് സ്കാർഫൊക്കെ ചെയ്ത് വരുമ്പോൾ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ എന്തായാലും കമൻസിൽ പറയുക രസമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ ഇവിടെയാണ് ഞാൻ സ്റ്റൈൽ ചെയ്ത വീഡിയോ ഇവിടെ കൊടുക്കാം. ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ആ റേറ്റിന് എനിക്ക് നല്ല ഓക്കെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഭയങ്കര വേർത്ത് എന്ന് പറയാനില്ല, ബട്ട് ഓക്കെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. കാരണം അത്രയും വേർത്ത് എന്ന് ഞാൻ പറയാത്തത് വെച്ചാൽ നമുക്ക് ആ ഒരു സെയിം റേഞ്ചിൽ തന്നെ വരുന്ന ആ ഒരു റേറ്റിൽ ഞാൻ വേറെയും ഒരുപാട് ഇതിനേക്കാളും നല്ല പ്രൊഡക്ട്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നല്ല വേർത്ത് എന്ന് പറയാത്ത ഓക്കെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയി. ദാറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ പാർട്ടി വേഴ്സ്. അത്രയും പാർട്ടി വേഴ്സേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ച് അബായാസ് കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള 1-2 അബായാസ് ആണുള്ളത്. സോ അത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ക്വാളിറ്റി വൈസ് ഒക്കെ ആണ്. ആ റേറ്റിന് നല്ല വേർത്ത് ആണെന്ന് തോന്നുന്ന അബായാസ് മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ഒന്നും കാണിച്ചു തരുന്നില്ല. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് അബായ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ സൈഡിൽ ഫോട്ടോ കൊടുക്കാം. എനിക്ക് പേഴ്സണലി നോർമൽ സ്ലീവ്സ് ഒക്കെ ആയിട്ട് വരുന്ന അബായസിനേക്കാളും കുറച്ചുകൂടി എനിക്ക് ഇഷ്ടമായിട്ടുള്ളതും ഞാൻ യൂസ് ചെയ്യുന്ന ടൈപ്പ് എന്ന് പറയുന്നത് കഫ്താൻസ് ഒക്കെ ആയിട്ട് വരുന്നത്. കഫ്താൻ ടൈപ്പ് അല്ലെങ്കിൽ ലൂസ് ഫിറ്റിൽ ബാറ്റ് വിങ്സ് ഒക്കെ ആയിട്ട് വരുന്ന സ്ലീവ്സ് ആയിട്ട് വരുന്ന അബായാസ് ആണ്. എനിക്കതാണ് കുറച്ചുകൂടി ഇഷ്ടം. ഓൾസോ എനിക്ക് ബ്ലാക്ക് അബായാസ് ആണ് ഇഷ്ടം. കളർ അബായാസ് എനിക്ക് ഇഷ്ടമില്ല. സോ അങ്ങനെ പർച്ചേസ് ചെയ്തില്ല, കണ്ടിട്ട് അപ്പോൾ തന്നെ പർച്ചേസ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു അബായ. ഇത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത്. ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം. ഇട്ടിട്ടുള്ള വീഡിയോയും സൈഡിൽ കൊടുക്കാം. ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു അബായാണ്. അടിപൊളിയാണ്. നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് പർച്ചേസ് ചെയ്തിട്ടാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കറൻ്റ്ലി സ്റ്റോക്ക് ഇല്ല. എന്തായാലും സ്റ്റോക്ക് വരികയാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് കൊടുക്കാം. നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ നമ്മൾ നോർമൽ അബായാസിൻ്റെ ഒക്കെ മെറ്റീരിയൽ ഉണ്ടാവില്ല, നിദ തന്നെയാണ് തോന്നുന്നു. ആ ഒരു മെറ്റീരിയലിൽ ഞാൻ ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം. ഈ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ള അബായ. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വേസ്റ്റിലുള്ള ഈ ഒരു സ്റ്റോൺ വർക്ക് തന്നെയാണ്. നല്ല ഹെവി ആയിട്ടുള്ള, അതും നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള വർക്കാണ് വരുന്നത് ഇതിൻ്റെ വേസ്റ്റിൽ. അതുപോലെ തന്നെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നല്ല ബാറ്റ് വിങ്സ് ആയിട്ട് നല്ല
ലൂസ് ഫിറ്റിൽ കിടക്കുന്ന ടൈപ്പ് ഓഫ് ഒരു അബായ ആണ്. ആൻഡ് ഇതിൻ്റെ സൈസ് ഫ്രീ സൈസാണ് വരുന്നത്. ഐ തിങ്ക് എൻ്റെ അബായ സൈസ് എന്ന് പറയുന്നത് 56 ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 58 അബായ സൈസ് വരെ ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് 54 അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഫ്രീ സൈസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സൈസൊന്നും പ്രശ്നമില്ല. ലെങ്ത്ത് മാത്രമേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുള്ളൂ. എന്നാലും നിങ്ങൾക്ക് വേർത്താണ് കേട്ടോ. ഈ റേറ്റിന് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ അബായ എന്ന് പറയുന്നത് നല്ല വേർത്താണ്. സോ 58 സൈസ്, മാക്സിമം 58 സൈസ് വരെയുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള അബായാസ് ആണ്. സോ ഇത് വരുന്നത് ഫ്രീ സൈസ് എന്ന് കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും വാങ്ങിക്കാൻ നിൽക്കേണ്ട, 58 വരെയുള്ള ആൾക്കാർ വാങ്ങിച്ചാൽ കേട്ടോ, എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് ആവുമെന്ന് തോന്നുന്നു. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, അടിപൊളിയാണ്. എന്തായാലും ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം. എനിക്കൊന്ന് ഞാൻ നോർമലായിട്ട് ഹിജാബ് ചെയ്തിട്ടും പിന്നെ നമ്മൾ ഹിജാബ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതിട്ടിട്ടും ഉള്ള വീഡിയോ ഉണ്ട്. എനിക്ക് രണ്ടാമത്തെ ലുക്കാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായിട്ടുണ്ടായതെന്ന് പറയട്ടെ. എനിക്ക് രണ്ടാമത്താണ് കുറച്ചും കൂടെ നല്ല രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, അടിപൊളിയാണ്. എന്തായാലും ഇതിൻ്റെ ലിങ്ക് വരികയാണെങ്കിൽ കറക്റ്റ് ലിങ്ക് തന്നെ കൊടുക്കാം. ഇല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ലിങ്ക്സ് ഞാൻ കൊടുത്തിട്ടുണ്ടാവും, ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കോഡോ ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാമല്ലോ നിങ്ങൾക്കത് സ്റ്റോക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലത്തെ ഒരു ഹിജാബ് കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ലെങ്ത്തിലും വിഡ്ത്തിലും സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന ഹിജാബാണ്. അപ്പോൾ ഇതെനിക്ക് തലക്ക് ഇട്ടാൽ നേരെ നിൽക്കാറില്ല, അതുകൊണ്ട് ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഇതുപോലെ ബോർഡേഴ്സൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എനിക്കിത് തലക്കിട്ടാൽ നിൽക്കാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു തട്ടല്ല അതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ടായത്. എൻ്റെ കയ്യിലുണ്ടായ ഹിജാബ്സാണ്. സോ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. ആ ഒരു സെയിം പ്രൊഡക്റ്റിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് കൂടെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറൊരു സെല്ലറിൻ്റെ അടുത്താണ്, അതിൻ്റെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. സോ അതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് കൂടി ഞാൻ കാണിച്ചു തരാം. അതാണ് ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായത്. നല്ലൊരു പേർപ്പിൾ അല്ലെങ്കിൽ ഒരു മോവ് ഷെയ്ഡ്, മോവ് എന്നൊക്കെ പറയില്ല, ആ ഒരു ഷെയ്ഡാണ്. ലൈക്ക് ഒരു ഡാർക്ക് ഒനിയൻ പിങ്ക് കളറോ കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ് വരുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയുള്ള ഈ ഒരു സ്റ്റോൺ വർക്ക് നമുക്ക് ഡിഫറെൻ്റ് ആണ് വരുന്നത്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് വരുന്നത്. സോ ഇത് സെയിം പാറ്റേൺ തന്നെയാണ്. മെറ്റീരിയലും കുറച്ച് ഡിഫറൻസ് ആണ്. കുറച്ചൊരു ക്രഷ്ഡ് ടൈപ്പ് ഓഫ് എന്തെങ്കിലും പറയാം, മെറ്റീരിയലിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. എനിക്കിത് ഇങ്ങനെ ഒരു ക്രഷ് കൈൻഡ് ഓഫ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയലാണ്. കാണുന്ന ആൾക്ക് മനസ്സിലാവുന്നത് വിചാരിക്കുന്നു. സോ ഇങ്ങനെ ഒരു മെറ്റീരിയലാണ് വരുന്നത്. പാറ്റേൺ സെയിം തന്നെയാണ്. നമുക്ക് അതുപോലെ തന്നെ കഫ്താൻ സ്ലീവ്സ് ഒക്കെ ആയിട്ട് വരുന്ന അബായ തന്നെയാണ്. ഇതും ഫ്രീ സൈസാണ്. 58 സൈസ് വരെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് അബായ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടി നമുക്ക് ആ ഒരു ബ്ലാക്കിന് കിട്ടിയ പോലെ തന്നെ സെയിം ഹിജാബ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇതിലും ഞാൻ എൻ്റെ നോർമൽ ബ്ലാക്ക് ഹിജാബാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ കൊടുക്കാം, എനിക്ക് രണ്ടും ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ കൊടുക്കാം, ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സോ നമ്മൾ നെക്സ്റ്റ് അതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. സെയിം അവൈലബിൾ ആയിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ഫൈനൽ പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ ആ ഒരു 2 അബായാസിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മറന്നുപോയിട്ടോ. സോ ഫസ്റ്റ് കാണിച്ച ബ്ലാക്ക് അബായാൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1047 റുപ്പീസാണ്. ആ റേറ്റിന് നല്ല വേർത്താണ് കേട്ടോ, അടിപൊളിയാണ്. ആ ഒരു അബായനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്തായാലും പർച്ചേസ് ചെയ്താൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല, അങ്ങനെയാണ്. പക്ഷേ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സിമിലർ ആയിട്ടുള്ളതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. സോ 1047 റുപ്പീസാണ്. ആൻഡ് ഫ്രീ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കറൻറ്റ്ലി ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ലിങ്ക് വന്നാൽ ഞാൻ എന്തായാലും കൊടുക്കും, ഇല്ലെങ്കിൽ ഞാൻ കോഡ് കൊടുക്കാം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ട് നോക്കിയാൽ മതി വന്നിട്ടുണ്ടോ എന്നുള്ളത്. സോ നെക്സ്റ്റ് കാണിച്ച പേർപ്പിൾ അബായ, ആ ഒരു മോവ് ഷെയ്ഡിൻ്റെ അബായൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് 916 ആണ്. 916 ആണ് അതിൻ്റെ റേറ്റ് പറയുന്നത്. ഫ്രീ സൈസാണ് വരുന്നത്. കറൻറ്റ്ലി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും, ചെക്കൗട്ട് ചെയ്ത് നോക്കുക. രണ്ട് അബായാസും ആ കൊടുക്കുന്ന റേറ്റിന് നല്ല വേർത്ത് ആയിട്ടുള്ളതാണ്. ആ ബ്ലാക്ക് അബായ എന്തായാലും ടോട്ടൽ വേർത്താണ്, എന്തായാലും പറയാനില്ല, അത്രയും അടിപൊളിയാണ്. സോ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ നമ്മുടെ നെക്സ്റ്റ് അബായ, ഫൈനൽ അബായനെ കാണിച്ചു. ഫൈനൽ അബായ എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള അബായ ആണ്. നമുക്ക് നോർമലായിട്ട് നമ്മൾ വേറെ ടൈപ്പ് ഓഫ് ഒരു അബായ ആണ്. സെയിം ആ ഒരു കൈൻഡ് ഓഫ് ഈ ഒരു മെറ്റീരിയലാണ് വരുന്നത്. കോളേർഡ് ആയിട്ടുള്ള നെക്കാണ് ആൻഡ് സിപ്പാണ് വരുന്നത്. നമുക്ക് സിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അബായ ആണ്. സോ ഇതിൻ്റെ സ്ലീവ്സിലാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത്. സ്ലീവ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഓർഗൻസ വെച്ചിട്ടുള്ളൊരു പാച്ച് വർക്കാണ് കാണാൻ പറ്റുക. ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫ്ലോറലിൻ്റെ വർക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്ലീവ്സിൻ്റെ ഹൈലൈറ്റ്. മെയിനായിട്ട് ഈ അബായൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്ലീവ്സ് ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായത്. കയ്യിൽ കിട്ടിയപ്പോഴും സെയിം ആ ഒരു ഫോട്ടോയിൽ കണ്ട പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ സൈസ് പറയുകയാണെങ്കിലും 56 സൈസ് വരെയുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള അബായാണ്. 58 ഉള്ള ആൾക്കാർക്കൊന്നും എനിക്കൊന്നും ഇത് സൈസ് ആവുമെന്ന് തോന്നുന്നില്ല. ഓൾമോസ്റ്റ് ലൈക്ക് മാക്സിമം 56 ആണ് ഇതിൻ്റെ അബായ സൈസ് എന്ന് പറയുന്നത്. ഫ്രീ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 56 വരെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു അബായ ആണ്. ആൻഡ് ഇതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിലും ലൈക്ക് ഇങ്ങനെയുള്ള സൈസ് നോക്കുകയാണെങ്കിലും എനിക്ക് ഇപ്പം എൻ്റെ അത്രയ്ക്കുള്ള ആൾക്കാർക്കാണെങ്കിലും പറ്റുമായിരിക്കും. എനിക്ക് തന്നെ ഒരു
എനിക്കിഷ്ടമില്ലാത്തൊരു ഫിറ്റിലാണ് വരുന്നത്. കാരണം ഞാൻ കുറച്ചുകൂടി മെലിഞ്ഞിട്ട് സ്ലിമ്മൊക്കെ ആണെങ്കിൽ എനിക്കിത് നല്ല ലൂസിൽ കിടക്കും. ലൂസിൽ തന്നെയാണ് കിടക്കുന്നത്, ബട്ട് സ്റ്റിൽ എനിക്ക് കുറച്ചും കൂടെ ലൂസ് വേണമായിരുന്നു. ഞാൻ എന്തായാലും വീഡിയോ കൊടുക്കാം, അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. സോ ഒരു ഓൾമോസ്റ്റ് ഒരു എൻ്റെ ഇപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 159 സെൻറ്റിമീറ്റർ ആണ്. വെയിറ്റ് എന്ന് പറയുന്നത് 65 ആണ്. 65 വെയിറ്റ് ആണ് എൻ്റെ, 65 kg ആണ് എൻ്റെ വെയിറ്റ്. 65 kg ആണ് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. 159 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിത് എന്താ കറക്റ്റായിട്ടുള്ളൊരു ഫിറ്റിലാണ് വരുന്നത്. ഒരു അബായ എങ്ങനെയാണോ വേണ്ടത് അങ്ങനെയാണ് ഉള്ളത്. പക്ഷെ എനിക്ക് ആ ഒരു ലൂസിൽ പോരാ, എനിക്ക് കുറച്ചും കൂടി നല്ല ലൂസ് വേണം. സോ ഇങ്ങനെ ഈ ഒരു ഫിറ്റ് മതി എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൈസും ഹൈറ്റും വെയിറ്റുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കിത് ഓപ്റ്റ് ചെയ്യാം. അതിനേക്കാളും കുറവ് ഹൈറ്റ് വെയിറ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും ഓപ്റ്റ് ചെയ്യാം. അതിന് കൂടുതലുള്ള ആൾ ഓപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ അബായ. ഫ്രീ സൈസാണ് വരുന്നത്. സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഫുൾ സ്ലീവ്സിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നൊരു അബായാണ്. ഇതും ഒരു അടിപൊളി അബായാണ്. സെയിം നമുക്ക് ആ ഒരു ഫസ്റ്റ് ബ്ലാക്കിന് കാണിച്ച ആ ഒരു ഹിജാബില്ല, അങ്ങനെ തന്നെ ഒരു ഹിജാബാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. എനിക്കിത് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ നിന്നുള്ള ഹിജാബ് വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 866 ആണ്. 866 രൂപയ്ക്ക് ഒരു അബായ എന്ന് പറയുന്നത് നല്ല വേർത്താണ്. അങ്ങനെ അധികം യൂസ് ചെയ്യാത്ത ആൾക്കാർ, ലൈക്ക് അബായ അങ്ങനെ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാത്ത ആൾക്കാർ, പെട്ടെന്ന് ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പം ജസ്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു അബായ. 866 നല്ല വേർത്താണ്. ഫ്രീ സൈസാണ് വരുന്നത്. ആൻഡ് കറൻ്റ്ലി ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. സിമിലർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുക എന്തായാലും. ഞാൻ ഇത് വായിക്കുമ്പോൾ ഇതിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എന്താ അറിയില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടാണ് ഉള്ളത്. അപ്പം എന്തായാലും സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ നാളിന് ബ്രേക്ക് എടുത്തിട്ട് ശേഷം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ മിസ്റ്റേക്സ് ഒക്കെ ഇതിനുണ്ടാവും. കാരണം എന്താ വെച്ചാൽ എനിക്കിങ്ങനെ പറഞ്ഞിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് കുറേ ആയില്ല, ലൈക്ക് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഇയർ ആയി, അതായത് 6 months ഓൾമോസ്റ്റ് ആയി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓൾസോ എനിക്ക് ഭയങ്കര ബ്രീത്തിങ് പ്രോബ്ലം വരുന്നുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനൊരു ഇങ്ങനെ ബ്രീത്തിങ് പ്രോബ്ലം വരുന്നുണ്ട്. സോ നമുക്ക് പയ്യെ ശരിയാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇനി മുതൽ നമുക്ക് എന്തായാലും വീഡിയോസ് ഉണ്ടാവും, ഇത് ഉറപ്പാണ്. നമ്മൾ ഇനി ഒന്നുകൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താണ്. അപ്പോൾ ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയി നമുക്ക് വീഡിയോസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഇനിയും അടിപൊളി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.